ഹലോ. നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള, നല്ല തിളക്കമുള്ള, ആരോഗ്യമുള്ള ഒരു ഒരു സ്കിന്ന് നമുക്ക് എല്ലാവരുടെയും ഒരു ഒരു ആഗ്രഹമാണ്. പക്ഷെ ഒരു ഫേസ് ക്രീം വാങ്ങാനായിട്ടൊക്കെ ഒരു കടയിലേക്ക് കയറി ചെന്നാൽ അവിടെ നൂറുകണക്കിന് ബ്രാൻഡുകളും ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഏത് വാങ്ങണം, ഏതാണ് നമ്മുടെ സ്കിന്നിന് നല്ലതെന്നൊന്നും അറിയാതെ ഒരുപാട് ആളുകൾ ആശയക്കുഴപ്പത്തിലാവും. പലതും വാങ്ങി പരീക്ഷിച്ച് ഉള്ള കാശും പോവും, പണിയും കിട്ടും. യാതൊരു ഫലവും ഇങ്ങനെയൊക്കെ വിഷമിക്കുന്ന ഒരുപാട് ഉള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ കാണുക. നിങ്ങളുടെ സ്കിന്നിന്റെ ആരോഗ്യം വീണ്ടെടുത്ത് മുഖത്തിന് നല്ലൊരു തിളക്കവും സൗന്ദര്യവും നൽകാൻ സഹായിക്കുന്ന 5 ഫേസ് ക്രീമുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ ആദ്യമേ നമുക്ക് മനസ്സിലാവേണ്ടത്, മുഖത്ത് വരുന്ന കറുത്ത പാടുകള്, പലയിടത്തും പല നിറം, മുഖക്കുരു വന്ന പാടുകള്, അപ്പോ പിന്നെ ഡ്രൈ സ്കിന്ന്, അതുപോലെ തന്നെ ചെറുപ്പത്തിലെ കാണുന്ന നേരത്തെ നേരത്തെ ചുളിവുകൾ, ഇതൊക്കെയാണ് പലരും സാധാരണയായി നേരിടുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും പുറത്തൊക്കെ പോകുമ്പോൾ കൊള്ളുന്ന വെയിലും പൊടിയും ഇതൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഒരു നോർമൽ ടെക്സ്ചറിനെ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഭംഗി കുറയ്ക്കും. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ ശരിയായ ഒരു ഫേസ് ക്രീമിന് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്കിന്നിന് വേണ്ടുന്ന നറിഷ്മെന്റ് ആയിട്ടുള്ള പോഷകങ്ങളൊക്കെ നൽകി അതിന്റെ ഹെൽത്ത് വീണ്ടെടുക്കുക എന്നതാണ് ശരിക്കും ഒരു ഫേസ് ക്രീമിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹാരമായിട്ട് നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു മാറ്റം തരാൻ കഴിവുള്ള ഒരു 5 ടൈപ്പ് ഓഫ് ഫേസ് ക്രീമുകളെയാണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഒന്നാമത്തത് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ആയുർവേദ ക്രീമുകളാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ പരിചയപ്പെടുത്താൻ പോകുന്നത്, നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതായത് നാച്ചുറൽ എന്ന് പറയുന്ന ഒരു സാധനമാണ്. പ്രകൃതിദത്തമായ സാധനങ്ങളോട് തേൻ, മഞ്ഞള്, രക്തചന്ദനം, കുങ്കുമാതി തൈലം പോലുള്ള നാച്ചുറൽ ചേരുവകൾ ഉണ്ടാക്കുന്നതാണ് നാച്ചുറൽ. അവർക്ക് പാർശ്വഫലങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചർമ്മത്തിന് കാര്യമായ ദോഷങ്ങളൊന്നും വരുത്താതെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഗ്ലോ നൽകാൻ സഹായിക്കുകയും, ഈ ആയുർവേദമായിട്ടുള്ള ക്രീമുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ചർമ്മത്തിന്റെ സ്കിന്നിന് ചേരുന്നതാണോ എന്ന് ഒന്ന് മാത്രം ഉറപ്പാക്കണം. കാരണം എണ്ണമയം ഉള്ളവർക്കും വരണ്ട സ്കിൻ ടോൺ ഉള്ളവർക്കും ചേർന്ന വ്യത്യസ്തമായിട്ടുള്ള ആയുർവേദിക് റെസിപ്പീസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ചർമ്മത്തിലെ ചെറിയ അലർജികളും പാടുകളൊക്കെ കുറയ്ക്കാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നുള്ളത്, നമ്മുടെ സ്കിന്നിന്റെ ഒക്കെ യുവത്വം നിലനിർത്താനും അല്ലെങ്കിൽ നല്ല ടൈറ്റായി നിലനിർത്താനും ഒക്കെ വെക്കാനും സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് ശരിക്കും കൊളാജൻ എന്ന് പറയുന്നത്. പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായും കൊളാജന്റെ അളവ് കുറയുകയും അങ്ങനെയാണ് നമ്മുടെ മുഖത്ത് ചുളിവുകൾ വീഴാനും ചർമ്മം അയഞ്ഞ് തൂങ്ങാനൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ഈ കൊളാജന്റെ ഉൽപാദനം കൂടാൻ സഹായിക്കുന്ന ക്രീമുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ചർമ്മം തൂങ്ങിപ്പോകുന്നത് തടയാനും അതുപോലെ തന്നെ ആ ചെറുപ്പം നിലനിർത്താനും ഒരുപാട് സഹായിക്കും. പെപ്റ്റൈഡുകൾ, അതുപോലെ തന്നെ ബുക്കിയോൾ ഓയിൽ, വൈറ്റമിൻ സി തുടങ്ങിയ അടങ്ങിയിരിക്കുന്ന ക്രീമുകൾ ഇതിന് ബെസ്റ്റാണ്. ഇത്തരം ക്രീമുകൾ രാത്രിയിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ചർമ്മം അതിന്റെ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു റിപ്പയറിംഗ് നടത്തുന്നത്. നമ്മൾ ഡീപ്പ് സ്ലീപ്പിലൊക്കെ ആയിരിക്കും സമയത്താണ് അത് കൂടുതൽ നടക്കുക. ഇനി വൈറ്റമിൻ സി, അതായത് വൈറ്റമിൻ സി മാത്രം ഉള്ളതുണ്ട്. അതായത് മുഖത്തിന് നല്ലൊരു തിളക്കം വേണം, കറുത്ത പാടുകളൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ആകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി തിരഞ്ഞെടുക്കാവുന്ന ഒരു പാറ്റേൺ ആണ് വൈറ്റമിൻ സി ക്രീമുകൾ. ഇതൊരു ശക്തമായിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് വൈറ്റമിൻ സി. ഇത് സൂര്യരശ്മി കാരണം നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന കേടുപാടുകൾ കുറയ്ക്കുകയും കറുത്ത പാടുകൾ ഉണ്ടാകുന്ന, അതായത് ഹൈപ്പർ പിഗ്മെന്റേഷൻ നിയന്ത്രിച്ച് സ്കിന്നിന് ഒരു നല്ല നിറം നൽകുകയും ചെയ്യും. വൈറ്റമിൻ സി ക്രീമായിട്ടും സീറം രൂപത്തിലും ഒക്കെ ഇന്ന് ലഭ്യമാണ്. രാവിലെ പുറത്തു പോകുന്നതിന് മുമ്പ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വൈറ്റമിൻ സിയുടെ ക്രീമും കൂടെ പുരട്ടുന്നത് നിങ്ങളുടെ സ്കിന്നിന് ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ ആയിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അത്രയും തന്നെ എഫിക്കസി അതിന് കൊടുക്കും. അടുത്തതായിട്ട് പറയുന്നത് ശരിക്കും നമുക്കുള്ള ആന്റി ഓക്സിഡന്റ് ക്രീമുകളാണ്. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള പൊടിയും പുകയും വാഹനങ്ങളിൽ നിന്നും ഉള്ള വേസ്റ്റ്, അതായത് പുക, മലിനീകരണം എല്ലാം തന്നെ നമ്മുടെ ചർമ്മത്തില് ഫ്രീ റാഡിക്കലുകൾ എന്ന ഒരു ദോഷകരമായ ഘടകങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കലുകളാണ് നമ്മുടെ സ്കിന്നിനെ വേഗത്തിൽ പ്രായമായതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു പ്രധാന കാരണം. ഇതിനെ റെസിസ്റ്റൻസ് ചെയ്യാനായിട്ട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ള ക്രീമുകൾക്ക് സാധിക്കും. വൈറ്റമിൻ ഇ, ഗ്രീൻ ടീ,
അതുപോലെയുള്ള ക്രീമുകൾ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ക്രീമുകൾ പലപ്പോഴും ഈ പറഞ്ഞ ഒരു സാധനം, ഈ പറഞ്ഞ ഫ്രീ റാഡിക്കൽസുകൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്നതാണ്. അതൊപ്പം മാത്രമല്ല ഈ സ്കിന്നിനെ എപ്പോഴും തന്നെ ഒരു ഫ്രഷ് ആയിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നത്. ഇത് എല്ലാത്തരം ഒരു കോമൺ ആയിട്ട് എല്ലാ ചർമ്മക്കാർക്കും ധൈര്യമായി ഈ ക്രീമുകൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചർമ്മം അല്ലെങ്കിൽ സ്കിൻ എപ്പോഴും വരണ്ടിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടത് ഹൈഡ്രേറ്റിംഗ് ക്രീമുകളാണ്. അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഈർപ്പം നൽകുക എന്നതാണ് ഇവയുടെ പ്രധാനപ്പെട്ട ജോലി. ഹൈഡ്രോണിക് ആസിഡ്, ഗ്ലിസറിൻ, തെറാമൈഡുകൾ തുടങ്ങിയ ഘടകങ്ങൾ ഈ ജലാംശം നഷ്ടപ്പെട്ടു പോകാതെ പിടിച്ചു നിർത്തും. ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല മിനുസമുള്ളതും മൃദുവും ഒക്കെ ആക്കി, ഈർപ്പമുള്ളതൊക്കെ ആക്കി തന്നെ അങ്ങനെ സ്വാഭാവികമായിട്ടും നിലനിർത്താൻ അത് സഹായിക്കുകയും പ്രത്യേകിച്ച് ഈ നന്നായി ഈർപ്പം അവിടെ നിലനിർത്തുന്നത് ഈ ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് മാത്രമല്ല, എണ്ണമയമുള്ള സ്കിന്നുകാർക്ക് പോലും ഈ സ്കിന്നിന് ചേർന്ന് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഹൈഡ്രേറ്റിംഗ് ക്രീം ഉപയോഗിക്കുന്നത് വളരെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു 5 ഫേസ് ക്രീമുകളാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തിയത്. ആയുർവേദം കൊളാജൻ ബൂസ്റ്റിങ്, വൈറ്റമിൻ സി, ആന്റി ഓക്സിഡന്റ്, ഹൈഡ്രേറ്റിംഗ് ക്രീമുകൾ, ഇവ ഓരോന്നും ഓരോ തരം സ്കിൻ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ്. നിങ്ങളുടെ ചർമ്മത്തിന് ഏതാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ക്രീമുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രൈമറി ആയിട്ട് ഏറ്റവും ബേസിക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, നിങ്ങളുടേത് എങ്ങനത്തേതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ടും നിങ്ങൾക്ക് ഏത് ടോണിൽ പെടുന്നതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് കേട്ടിട്ട് മനസ്സിലാക്കി നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് ബേസിക്കുള്ള അല്ലെങ്കിൽ ഏത് തരം ക്രീമാണ് നിങ്ങൾക്ക് വരുന്നത് എന്നൊന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് മേടിക്കുന്ന ക്രീമുകൾ ഒരു അത്യാവശ്യം നല്ലത് തന്നെ, ക്വാളിറ്റിയിൽ കുറച്ച് നല്ലത് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ സ്കിന്ന് സെൻസിറ്റീവ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് മാത്രം മേടിക്കുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഇത് യൂസ് ആവുന്ന ഒരു സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.